ആരോഗ്യവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നാടിനെ നടുക്കിയ കൊലപാതക പരമ്പരകളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ 2 മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കൊലപാതക കേസുകളിൽ പകുതിയിലധികവും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഈ കേസുകളിലെ പ്രതികളിൽ ഏറിയ പങ്കും. ലഹരി ഉപയോഗം കൂടിവരുന്നതിനെക്കുറിച്ചും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗം എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ വിശദമായി ചോദിച്ചു മനസ്സിലാക്കാൻ ഇന്ന് ആരോഗ്യവാണിയിൽ നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് മലാപ്പറമ്പ് പ്രവർത്തിക്കുന്ന ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ ഡോക്ടർ PN സുരേഷ് കുമാറാണ്. നമസ്കാരം ഡോക്ടർ. ആരോഗ്യവാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന കുറ്റകൃത്യങ്ങളിൽ പലതിലും ലഹരി ഉപയോഗം ഒരു പ്രധാന വില്ലനായി കടന്നുവരുന്നു. പ്രത്യേകിച്ച് യുവാക്കളിലും വിദ്യാർത്ഥികൾക്കിടയിലുമുള്ള ലഹരി ഉപയോഗം. ഇത് ഇവരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാമോ സർ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആയിട്ട് നമ്മൾ പത്രങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ലഹരി മൂലം പലവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ലഹരി പിടിക്കപ്പെടുന്നതും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികളും ചെറുപ്പക്കാരും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്കൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികളുടെ ഇടയിൽ ഉപയോഗം കൂടിയിട്ടുള്ള ലഹരികൾ പൊതുവെ ഇപ്പം ന്യൂജൻ ലഹരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ലഹരികളൊക്കെയാണ്. അതായത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലഹരികൾ. അത് വളരെ സുഗമമായിട്ടുള്ളൊരു ലഭ്യത നമ്മുടെ നാട്ടിൽ കൊച്ചു ഗ്രാമത്തിൽ പോലും ഇന്നിപ്പം ലഹരി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓരോ പ്രായത്തിനനുസരിച്ചും കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ലഹരി മിഠായികളിൽ ലഹരിയായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പോൾ സമീപകാലത്ത് ചില ഷോപ്പുകളിൽ നിന്നും അവരുപയോഗിക്കുന്ന മിഠായി കണ്ടെത്തിയപ്പം അതിൽ ഉറക്കഗുളികയുടെ അംശമുള്ള ലഹരി, ചോക്ലേറ്റ് മിഠായി പോലത്തെ മിഠായികൾ, കഞ്ചാവ് പോലും മിക്സ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ലഹരികൾ കണ്ടെത്തിയിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെയാണ് ഇപ്പോഴത്തെ രാസലഹരികളുടെ വരവ്. രാസലഹരികൾ പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പം കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരികൾ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ തലച്ചോറിനെയാണ് സ്വാധീനിക്കുന്നത്. ഈ തലച്ചോറിൽ ഈ ഇത്തരത്തിൽ ലഹരികൾ ഉപയോഗിക്കുമ്പം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ പല രീതിയിലും വ്യത്യാസങ്ങൾ വരും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, കുട്ടികളെ പറ്റി പറയുമ്പം നമുക്ക് മനുഷ്യൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണം, അതായത് അയാൾക്കായിട്ടുള്ള വിവേചനവും വിവേകവും ഒരു യുക്തി സഹിതത്തോടു കൂടി ചിന്തിക്കാനും സമൂഹത്തിൻ്റെ നിയമസംഹിതത്തെ അനുസരിച്ച് പെരുമാറാനും തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പിന്മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഉത്തേജനം നൽകുന്ന, നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ഈ പ്രീ ഫ്രോണ്ടൽ ലോബാണ്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അത് രൂപപ്പെടുന്നത് 18 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഈ 18 വയസ്സിന് മുമ്പ് ഇത്തരത്തിലുള്ള ലഹരികൾ ഈ കുട്ടികൾ ഉപയോഗിക്കുമ്പം അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനത്തെയാണ്. ഈ പ്രീ ഫ്രോണ്ടൽ ലോബിനെ നമുക്ക് ശരിക്കും ഒരു സിനിമയുടെ ഒരു സെൻസർ ബോർഡായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് സിനിമയിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നീക്കം ചെയ്യുന്നു, അതിനെ മാറ്റി കൊടുക്കുന്നു, എല്ലാം ഈ സെൻസർ ബോർഡാണല്ലോ. ഈ സെൻസർ ബോർഡിൻ്റെ പ്രവർത്തനം ഇല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്ക് ഏത് തരത്തിലുള്ള സീനുകളും വെച്ചിട്ട് നമുക്ക് സിനിമ പുറത്തേക്ക് ഇറക്കാം എന്നുള്ള സ്ഥിതിവിശേഷമാണ്. ഈ ലഹരികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, രാസലഹരിയായാലും മദ്യമായാലും മറ്റേത് ലഹരിയായാലും അത് ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുമ്പോൾ അതായത് സെൻസർ ബോർഡിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന പോലെയാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില മൃഗീയമായിട്ടുള്ള വാസനകളും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും തെറ്റായിട്ടുള്ളതും നമ്മൾ പിന്തിരിപ്പിക്കുന്നത്, നമ്മൾ സ്വബോധത്തോടെ ഇരിക്കുമ്പം നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ധൈര്യം ഈ ഇത്തരത്തിലുള്ള രാസലഹരികൾ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ ലഹരികൾ ഉപയോഗിച്ചവർ സ്ഥിരമായിട്ട് കുട്ടികൾ ഉപയോഗിക്കുമ്പം ഒരു സ്ഥായിയായിട്ടുള്ളൊരു വ്യത്യാസം ഈ പ്രീ ഫ്രോണ്ടൽ ലോബിന് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കുറ്റബോധം നഷ്ടപ്പെടുന്നു, എന്തും ചെയ്യാനുള്ള ആവേശം വരുന്നു, എടുത്തുചാട്ടം, അതുപോലെ അക്രമവാസന, സ്വയമായിട്ട് ഉപദ്രവിക്കാനും ആത്മഹത്യയിലേക്ക് പോകാനും കൊലപാതകത്തിലേക്കും വണ്ടി ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യാനും എന്തും എങ്ങനെ ചെയ്യാനും ആരെയും പേടിക്കാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ളൊരു
ഉത്തേജനം ഈ പ്രീഫ്രോണ്ടൽ ലോബിന് ഇത്തരത്തിലുള്ള രാസലഹരികൾ കൊടുക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രാസലഹരികളുടെ ഉൽപ്പാദനം, രാസലഹരി മാത്രമല്ല എല്ലാ തരത്തിലുള്ള ലഹരികളും കുട്ടികളുടെ ഇടയിൽ ഇതിൻ്റെ ഉപഭോഗം വർദ്ധിക്കുന്നതായിരിക്കണം ഇത്തരത്തിലുള്ള അക്രമ പ്രവണതകൾ അടിക്കടി നമുക്ക് സമൂഹത്തിൽ പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരുടെ ഇടയിൽ വർദ്ധിച്ചു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതും അതോടനുബന്ധിച്ച് അക്രമ പ്രവണതകളൊക്കെ കൂടി വരുന്നതായി കാണുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത് സാർ? കുട്ടികളിൽ ലഹരി ഉപയോഗം കൂടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗം കൂടുന്നു, തീർച്ചയായിട്ടും ഒരു പഠന വിധേയമാക്കേണ്ട ഒരു വിഷയമാണിത്. ഇതിൽ നമുക്ക് കേവലം ഒരു പ്രശ്നം മാത്രമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പലവിധ പ്രശ്നങ്ങൾ, ഇതൊരു ബഹുമുഖ പ്രശ്നമാണ്. സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇതിന്, സാംസ്കാരികമായിട്ട് വരുന്ന മൂല്യച്യുതി അതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ, മനോരോഗങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതിന് നമുക്ക് എടുത്തു പറയാനായിട്ട് കാരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് സാമൂഹികം സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഏത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏത് രാജ്യത്തോ നടക്കുന്ന സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും വരുന്ന വ്യത്യാസങ്ങൾ, അവിടെ വരുന്ന കൾച്ചറൽ ചേഞ്ച് എന്നൊക്കെ പറയാം. ഇപ്പോൾ കേരളത്തെ പറ്റി നമുക്ക് പറയുമ്പം എടുത്തു പറയാൻ നമ്മളൊരു വെസ്റ്റേണൈസേഷൻ ഓഫ് അവർ കൺട്രി എന്ന് പറയും. അതായത് ഇപ്പോൾ കേരളവും അമേരിക്കയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയും UK എല്ലാ സംസ്കാരങ്ങളും ഒരേപോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളീയ സംസ്കാരത്തിൽ വിദേശ സംസ്കാരം ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ, അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം കൈവരിക്കാനും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനും ഏത് സാധനങ്ങൾ നമുക്ക് കിട്ടാനും ഒക്കെ ഒരു വിരൽത്തുമ്പിൽ നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മൗസിൽ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതേസമയം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് വിദേശത്ത് സംഭവിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതേപടി നമ്മുടെ സംസ്ഥാനത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം സ്വാധീനിക്കുന്നത് ഈ വിദേശത്ത് വെസ്റ്റേണൈസേഷൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുക കൗമാരപ്രായക്കാരെയാണ്, യുവാക്കളെയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല കൂടുതലായിട്ട് നമ്മൾ അനുകരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിലും ഏതൊരു സീരിയൽ കാണുകയാണെങ്കിലും, ഇപ്പോൾ കൊറിയൻ സീരിയലൊക്കെ സ്ക്വിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വയലൻസ് ആസ്പദമാക്കിയിട്ട് വരുന്ന ഒരു ടെലി സീരീസാണത്. അതൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത്, അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് ഈ കൗമാരപ്രായക്കാരെയാണ്. അതായത് ഇതിനെ നമ്മളൊരു കോപ്പി കാറ്റ് എന്നൊക്കെ പറയും, സൂയിസൈഡ് അനുകരണം. കോപ്പി കാറ്റ് പറഞ്ഞാൽ പ്രത്യേകിച്ച് അനുകരണം. നമ്മളിപ്പോൾ ക്രിക്കറ്റ് പ്ലെയേഴ്സ്, ഫുട്ബോൾ പ്ലെയേഴ്സ്, അവരുടെ ഹെയർ സ്റ്റൈലോ അവരുടെ ഡ്രസ്സിങ്ങൊക്കെ അനുകരിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കൗമാരപ്രായക്കാരാണ്. അപ്പോൾ സിനിമയിൽ കാണുന്ന ചില കാര്യങ്ങൾ വയലൻസ് ആസ്പദമാക്കിയിട്ട് ഇങ്ങനെ നിരവധി സിനിമകൾ, എത്രയും കൂടുതൽ വയലൻസ് ഉണ്ടോ ആ സിനിമയാണ് ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്നത്, ബോക്സ് ഓഫീസ് ഹിറ്റായിട്ട് പോകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാം ഇത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കാണാൻ പാടില്ല, കാരണം അതിൽ ഭയങ്കര വയലൻസ് ആണെന്ന്. അപ്പോൾ നമ്മളൊരു സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമകൾ OTTയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. കാരണം അത് കാണാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഇവരായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിലും സാമൂഹ്യ വ്യവസ്ഥയിലും വരുന്ന വ്യത്യാസങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതൽ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ സംഭവിക്കുന്നത്, അതിൻ്റെ പ്രത്യാഘാതം സംഭവിക്കുന്നത് കുട്ടികളുടെ ഇടയിലാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തീർച്ചയായിട്ടും തലച്ചോറിനെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. സിനിമകളുടെ കാര്യം പറയുമ്പം ഈ വയലൻസ് എങ്ങനെയാണ് കുട്ടികളെ സ്വാധീനിക്കുന്നതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടൊരു വശമുണ്ട്. അതായത് ഈ കുട്ടികൾ ചെറുപ്പം മുതലേ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ രക്തമാണ് കാണുന്നത്. അവരിങ്ങനെ വയലൻസ് നിത്യേന ഇങ്ങനെ സിനിമയിൽ കൂടെ ആയിക്കോട്ടെ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ആയിട്ട് നേരിട്ടും യഥാർത്ഥ ജീവിതത്തിലും സ്വന്തം കണ്ണിൽ തന്നെ ഈ വയലൻസ് ഇങ്ങനെ കാണുമ്പം ഇത് അവരെ തലച്ചോറിനെ സെൻസിറ്റൈസ് ചെയ്യപ്പെടും. ഈ വയലൻസ് അവർ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ കരുതുന്നു. എനിക്കൊരു പ്രശ്നം വന്നാൽ, ഒരു സംഘർഷം വന്നാൽ അതിനെ നേരിടാനായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ട മാർഗം വയലൻസ് ആണ്, അക്രമത്തിലൂടെയാണ് എനിക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു രീതി, ഒരു പ്രവർത്തന രീതി ഒരു തലച്ചോറിലേക്ക് വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വയലൻസിന് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ വെസ്റ്റേണൈസേഷൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ, പണ്ട് സൈക്കോ സിനിമയൊക്കെ കാണുമ്പം അല്ലെങ്കിൽ വീടിൻ്റെ സെല്ലാറിൽ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു, അവിടെ ഡെഡ് ബോഡികൾ കുമിഞ്ഞുകൂടുന്നു, ഇതെല്ലാം നമ്മൾ വെസ്റ്റേൺ സ്റ്റോറീസിൽ വെസ്റ്റേൺ സിനിമയിലാണ് കാണാറുള്ളത്. ഇപ്പം ഇതൊന്നും ഇവിടെ ഒരു പുത്തരി അല്ലാതായി കഴിഞ്ഞു.
അപ്പോൾ ഇതെല്ലാം വെസ്റ്റേണൈസേഷൻ്റെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നമ്മുടെ കൾച്ചറിനെ ബാധിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അനുകരണങ്ങളും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഇപ്പം സമീപകാലത്ത് നടന്ന കൊലപാതകങ്ങളിൽ അവരുപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റിക ഉപയോഗിച്ചിട്ടാണ് കൊല്ലാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ചുറ്റിക ഉപയോഗിച്ചിട്ട് കൊല്ലാനുള്ള മാർഗങ്ങൾ ഇന്ന് പല സിനിമയിലും കാണിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു പ്രവർത്തനത്തിൽ അനുകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് എന്ന് പറയുന്ന സാധനം, അതുപയോഗിച്ച് കഴിഞ്ഞാൽ തലച്ചോറ് വെട്ടിപ്പൊളിയും എന്നുള്ള വിവരം എവിടുന്ന് ഈ കുട്ടികൾക്ക് കിട്ടി? അപ്പം അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവരുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഏറ്റെടുത്തു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അക്രമ പ്രവണത ഇതിനൊരു തീർച്ചയായിട്ടുള്ള കാരണമാണ്. ലഹരി ഉപയോഗം പ്രധാനപ്പെട്ടൊരു കാരണമാണ്. പിന്നെ നമുക്ക് ഈ കുട്ടികളിൽ അക്രമ പ്രവണത കൂടാനുള്ളൊരു കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, കുട്ടികളിൽ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് പൂർണ്ണമായിട്ട് രൂപപ്പെട്ട് വരുന്നില്ല, 18 വയസ്സിന് ശേഷമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം, ആ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് ഏതെല്ലാം മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അതിൽ ഏതാണ് നല്ല മാർഗം, മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു പ്രോബ്ലം അനാലിറ്റിക് എബിലിറ്റി നമ്മുടെ തലച്ചോറിനുണ്ട്. പക്ഷേ ഇത് ശരിക്കും മെച്ചുറായിട്ട് വരുന്നത് ഒരു 18 വയസ്സിന് ശേഷമാണ്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോബ്ലം സോൾവിങ് താരതമ്യേന അവർക്ക് വരുന്നത്, അവരെല്ലാം പ്രോബ്ലത്തിനൊരു ഇമോഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്ക് അങ്ങനെയല്ല, നമ്മളൊരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഇമോഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞാൽ, എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം എന്നെ ഒരാൾ ചീത്ത പറഞ്ഞപ്പം എനിക്ക് ഉടനെ തന്നെ ഈ ഇമോഷൻ ഫോക്കസ്ഡ് പ്രോബ്ലം സോൾവിങ് വൈരാഗ്യമാണ് വരുന്നത്. അയാൾ എന്നെ ചീത്ത പറഞ്ഞാൽ അയാളെ തട്ടിക്കളയുക, അല്ലെങ്കിൽ അയാളെ മർദ്ദിക്കണം, അയാളെ തല്ലണം. അതാണ് എൻ്റെ ഇമോഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്. ശരിക്കും ഞാനൊരു ഹെൽത്തി പ്രോബ്ലം സോൾവിങ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോട്ടെ അയാൾക്ക് ദേഷ്യം വന്നു, അയാൾ എന്നെ ചീത്ത പറഞ്ഞു, അല്ല എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അയാൾ എന്നെ ചീത്ത പറഞ്ഞ്, ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് ഈ കുട്ടികൾക്ക് കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ഇമോഷണൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളെ നേരിടുന്നൊരു മാനസികാവസ്ഥയും അതിൻ്റെ കൂടെ തന്നെ ലഹരിയും പിന്നെ അക്രമങ്ങൾ കണ്ട് വളർന്ന് സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയും ഇതെല്ലാം ഒത്തുചേരുമ്പം തീർച്ചയായിട്ടും വയലൻസിനുള്ള എല്ലാ തരത്തിലൊരു അന്തരീക്ഷം രൂപപ്പെട്ടു വരികയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ 2 ദിവസം മുമ്പ് ഈ സഹപാഠിയെ അടിച്ച് കൊന്ന ഇത് നോക്കുകയാണെങ്കിൽ അതിലൊരു മോബ് സൈക്കോളജി നമുക്ക് കാണാൻ കഴിയും. ഈ മോബ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാങ് ആയിട്ട് അവർ ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ ഒരു ഗ്യാങ് ഒന്നിച്ച് കൂടിയിട്ട് ഒരാളെ ആക്രമിക്കുമ്പം അതിൽ ഒരു ലീഡർഷിപ്പില്ല, അവർക്കൊരു പ്രത്യേക ഒരു ഗോളില്ല. അവർ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ചിലപ്പം അവനെ അടിക്കണം, അവനെ ഒരു പാഠം പഠിപ്പിക്കണം, നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ ഭാഷയൊക്കെ പറഞ്ഞാൽ അവനായിട്ടൊരു പണി കൊടുക്കണം എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ അവിടെയുള്ള ഓരോ കുട്ടികളും വാശി, അവിടെ ആ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഓരോരുത്തർക്കും വാശിയാണ്. ഞാൻ കൂടുതലടിക്കും, മറ്റവൻ കൂടുതലടിക്കും, അങ്ങനെ വാശി കൂടി അടിക്കുമ്പം അവരെ പ്രവർത്തനത്തിൽ ഒരു ടാർഗറ്റ് ഇല്ലാതെ പോകുമ്പം അവിടെ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല. അതാണ് പലപ്പോഴും കൊലപാതകമായിട്ട് മാറുന്നത്. ഒരുപക്ഷെ അവർ ശരിക്കും ഒരു കൊലപാതകത്തിൽ ഉദ്ദേശിച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിലെ മോബ് അറ്റാക്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും അവിടെ സംഭവിച്ചെന്നിരിക്കും. അതിൻ്റെ കൂടെയാണ് ഈ രാസലഹരിയുടെ സ്വാധീനം. ഇത്തരത്തിലുള്ള രാസലഹരികളോ മറ്റ് ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് തീവ്രത, അവരുടെ ആ അക്രമ പ്രവർത്തിക്ക് ഒരു തീവ്രത കൂടുകയും ചെയ്യും. എരുതിയിൽ എണ്ണൊഴിച്ച പോലത്തെ പ്രവർത്തനത്തിൻ്റെ പ്രത്യാഘാതമാണ് അവിടെ സംഭവിക്കുക. രക്ഷിതാക്കളും അധ്യാപകരും ഈ വിഷയത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഈ കുട്ടികൾ നമ്മളിവരെ ഉപദേശിക്കുന്നത് അവർക്ക് താല്പര്യമില്ല. നമ്മൾ ഉപദേശിക്കുമ്പം അവർക്ക് വെറുപ്പാണ് വരുന്നത്. മാത്രമല്ല, ഞങ്ങളെപ്പറ്റിയൊരു ചുക്കും ഈ അധ്യാപകനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ അറിയില്ല. ഞങ്ങളുടെ മനസ്സറിയാതെയാണ് അവർ സംസാരിക്കുന്നത്, ഒരു വൈബ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. കാരണം നമ്മൾ വളർന്ന ആ തലമുറയല്ലല്ലോ ഇപ്പോഴത്തെ തലമുറ. ഒരു ഡിജിറ്റൽ യുഗത്തിൽ കൂടെ കടന്നു പോകുമ്പം സംഭവിക്കുന്ന ചില
മാനസികമായിട്ട് ഒരു വരുന്ന പരിണാമമാണ്, ഒരു തലച്ചോറ് വരുന്ന വ്യത്യാസങ്ങൾ അതിനെല്ലാം കാരണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇനി ഇവരെ ഉപദേശിക്കുമ്പം നമ്മളിപ്പോൾ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള നിലയിൽ ഉപദേശിക്കുമ്പം അതിലൊരു ഡിസ്റ്റൻസ് എപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് മുളയിലെ തന്നെ ഗ്രാസ് റൂട്ടിൽ തന്നെ ഇവരുടെ സ്വഭാവത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രതിവിധി. അപ്പോൾ അതിനെ നമ്മളൊരു വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഫാദർ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ള നിലയ്ക്ക് ഇവരോട് 1 മണിക്കൂറെങ്കിലും ഇവരുടേതായിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട്, നമ്മളൊരു അച്ഛൻ അമ്മ എന്നുള്ള ആ സ്ഥിതി വിട്ടുകൊണ്ട് ഇവരുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് അവരെ കൂടെ ഇരിക്കുകയും അവരുടെ കൂടെ കളിക്കുകയും അവർ കാണുന്ന കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ TV പരിപാടികൾ കാണുകയും പുസ്തകം വായിക്കുകയും അവരുടെ ഒരു ഫ്രണ്ടായിട്ട് നിന്നുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരെ തുറന്നു പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ ദിവസവും 1 മണിക്കൂർ നമ്മളൊരു പ്രൈം അവർ എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ ദിവസവും ഈ കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരെ ഒരു അച്ഛൻ അമ്മയോട് പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയും. അങ്ങനെ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു ഫ്രണ്ടായിട്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഇതിൽ വളർന്നു വരുന്ന കുട്ടിയുടെ മാതൃകയാവേണ്ടത് നമ്മൾ അച്ഛനോ അമ്മയോ ആണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ മോഡൽ ഒരു പുവർ റോൾ മോഡലിംഗ് ആണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. ഒരു അച്ഛൻ അമ്മ എന്ന നിലയ്ക്ക് നമ്മൾ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ എത്ര കണ്ട് ദേഷ്യം പിടിക്കുന്നു. പല വീടുകളിലും ദേഷ്യം പിടിച്ചാൽ കയർക്കുന്നു, മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, കൂടുതൽ ദേഷ്യം പിടിച്ചാൽ അമ്മയെ കൈവയ്ക്കുന്നു, തിരിച്ചങ്ങോട്ട് കൈവയ്ക്കുന്നു ഒക്കെ ആയിട്ടുള്ള ഇതെല്ലാം നമ്മുടെ കുട്ടികൾ വളരുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം മാറുകയും നുണ പറയുന്ന ശീലം, അച്ഛനും അമ്മയും നുണ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നുണ പറയുന്ന നല്ലൊരു കാര്യമാണെന്നുള്ള രീതിയിലാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന കുടുംബത്തിൽ ഈ കുട്ടികളും ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വയലൻസും ലഹരിയും ഇതെല്ലാം മാറ്റിവെച്ച നല്ലൊരു സ്വഭാവം നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു സ്വഭാവ രൂപീകരണത്തിന് നമുക്ക് നല്ലൊരു റോൾ മോഡൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ തുല്യമായിട്ടുള്ളൊരു പങ്ക് ഇതിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനുണ്ട്. പലപ്പോഴും നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്നത്, പണ്ടൊക്കെ കണ്ടിരുന്നത് നമ്മുടെ അധ്യാപകരൊക്കെ ആയിരുന്നു. അവർ പെരുമാറുന്നതും സംസാരിക്കുന്നതും അവർ ക്ലാസ് എടുക്കുന്നതും ഒക്കെ നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ളൊരു നല്ല റോൾ മോഡൽ ആയിട്ടുള്ളൊരു അധ്യാപകർ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുറേ സ്വഭാവവിശേഷങ്ങളൊക്കെ മാറ്റി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇവരെ നമ്മൾ ഈ അധ്യാപകരെ ഒരു കമ്മ്യൂണിറ്റി ഗേറ്റ് കീപ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും ഈ വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും അറിയാത്ത പല പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഈ അധ്യാപകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അധ്യാപകരെല്ലാം ചൈൽഡ് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ കാലഘട്ടത്തിൽ ആ ചൈൽഡ് സൈക്കോളജി മാത്രം പോരാ, അവരെ ഒന്നുകൂടി നമുക്ക് ഈ കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചെടുക്കാനായിട്ട് അവരുടെ ഏർലി വാർണിംഗ് സിംറ്റംസ് അല്ലെങ്കിൽ സിഗ്നൽസ്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മനോരോഗ മേഖലയിലുള്ള വിദഗ്ധരുടെ സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ ഒരു ട്രെയിനിങ് അവർക്ക് 2-3 മാസം കൂടുമ്പോൾ ഇനി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അതിന് നേരത്തെ തന്നെ കൊടുക്കാൻ വേണ്ട പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ലെവൽ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആ കൗൺസിലിങ്ങിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഒരു ട്രെയിൻഡ് ആയിട്ടൊരു കൗൺസിലർ, ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റോ കൗൺസിലർ നമുക്ക് വയ്ക്കുകയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിൽ കൂടുതൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളോ അല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതായിട്ടുള്ള മാനസിക രോഗം ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും ട്രെയിനിങ് വേണം, റെഫർ ചെയ്യാനും ആ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാനും അത് പോകുന്നുണ്ടോ, ട്രീറ്റ്മെൻറ്റ് നിർത്തിക്കളഞ്ഞോ, ഇതെല്ലാം ഒരു ലിങ്ക്, എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ആ കുട്ടിയും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻ്റെ ഇടയിലൊരു പാലം പോലെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടാനും ഒക്കെയായിട്ട് ഈ അധ്യാപകർ തീർച്ചയായിട്ടും അവർക്ക് വളരെ നല്ലൊരു പങ്ക് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ഉണ്ട്. പിന്നെ നമുക്ക് ഇന്നിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പഠനം മാത്രമാണ്. ഈ പഠനം എന്ന് പറയുന്നത് കുട്ടികളുടെ ജീവിതത്തിൽ പകുതിയാവുന്നുള്ളൂ. നല്ലൊരു സ്വഭാവം കെട്ടിപ്പടുക്കാനാവാതെ കുറേ കൂടുതൽ പഠിച്ചിട്ടൊന്നും നമുക്ക് കാര്യമില്ല.
അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിന് നല്ലൊരു ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികമായിട്ടുള്ളൊരു ആരോഗ്യം ഉള്ള ഒരു സമൂഹം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ ചെറിയ കുട്ടികളെ തന്നെ മാനസികമായിട്ടുള്ളൊരു ആരോഗ്യമുള്ള കുട്ടികളായിട്ട് ചെറുപ്പം മുതൽ വളർത്തിയെടുത്താൽ നമുക്ക് പറ്റും. നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ് ഒക്കെ പറയും, നമ്മുടെ ജീവിത നൈപുണ്യ പരിശീലനം. അതിൽ എങ്ങനെ ഒരു നല്ല സ്വഭാവം കെട്ടിപ്പടുക്കാം എന്നുള്ളത് നമ്മൾ മോറൽ സയൻസിലൊക്കെ പഠിക്കുന്ന പോലെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, അതായത് നമ്മളിപ്പോൾ യോഗയൊക്കെ പഠിക്കുന്ന പോലെ തന്നെ നല്ല സ്വഭാവം വളർത്തിയെടുക്കാനും ക്ഷമാശീലം വളർത്തിയെടുക്കാനും കുട്ടികളെ നമുക്ക് പുറത്തെല്ലാം ഔട്ട്സൈഡ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നത് കുട്ടികളെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൊണ്ടുപോയിട്ട് എങ്ങനെ ഷോപ്പിംഗ് ചെയ്യാം, ക്യൂ നിന്നുകൊണ്ട് എങ്ങനെ ബസ്സിൽ കയറാം, ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ മാന്യമായിട്ട് എങ്ങനെ കാര്യങ്ങൾ ഓർഡർ ചെയ്യണം, സിനിമയ്ക്ക് പോയാൽ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു അവിടെ ഇരുന്നാലും നല്ല രീതിയിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. റോഡ് ക്രോസ് ചെയ്യുന്നു, നീന്തൽ പഠിപ്പിക്കുന്നു, ഇതെല്ലാം വേണം. ഈ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അവർക്ക് ദൂഷ്യഫലങ്ങൾ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് ഇത്തരത്തിൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഇത് സിനിമയിൽ മാത്രം ഒരു മൂലയിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ളത് കാണിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സിനിമയിൽ മദ്യത്തിൻ്റെ സീൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് സീൻ കാണിക്കുകയും മൂലയിൽ ഇത് ഹാനികരമാണെന്ന് കാണിക്കുകയും ചെയ്യുന്ന തികച്ചും വിരോധാഭാസമാണ്. അവിടെ ചെയ്യേണ്ട അത്രത്തെ സീൻ സെൻസറോട് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അങ്ങനെ ഒരു മൂലയ്ക്കൽ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കുട്ടികളെ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൽ ദുരിതം അനുഭവിച്ച് മരണക്കിടക്കിൽ കിടക്കുന്ന ആളുകളെ കാണിച്ചു കൊടുക്കണം. ഇത്തരത്തെ പുകയിലോ ലഹരി ഉപയോഗിച്ച് ക്യാൻസർ അനുഭവിക്കുന്ന ആളുകളെ ക്യാൻസർ വാർഡിൽ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൽ 2-3 മാസം കൂടുമ്പോൾ ക്ലാസ് വീഡിയോ വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് കൊടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ ചെറുപ്പം മുതലേ തന്നെ പ്രാഥമിക തലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ജീവിത നൈപുണ്യ പരിശീലനങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു ട്രെയിനിങ്ങും ഇതെല്ലാം കിട്ടുകയാണെങ്കിൽ ഇനിയെങ്കിലും നമ്മുടെ ഈ മൂല്യച്യുതി സംഭവിച്ച് നമുക്ക് ഈ സംസ്കാരത്തിൽ വരുന്ന വ്യത്യാസങ്ങളിൽ നിന്നെല്ലാം ഒരു പരിധിവരെയെങ്കിലും നമ്മുടെ കുട്ടികളെ ഒരു നല്ലൊരു സ്വഭാവ രൂപീകരണത്തിനായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും കഴിയും. കുടുംബാന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ, സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം, ഇതൊക്കെ കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയാമോ ഡോക്ടർ? നമ്മുടെ സാമൂഹിക സംസ്കാരങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ കുടുംബ വ്യവസ്ഥയിൽ വന്നൊരു പരിണാമമാണ്. അതായത് നമ്മൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബത്തിലേക്ക് നമ്മൾ ചേക്കേറിയപ്പം നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു. നമുക്ക് കൂട്ടുകുടുംബത്തിൽ ഒരു കാരണവരുണ്ടായിരുന്നു, മറ്റേ വീട്ടിൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും തിരക്കാണെങ്കിൽ പോലും കുട്ടികളുടെ പ്രശ്നങ്ങൾ നോക്കാൻ ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, മറ്റ് ആളുകളുണ്ടാവും. കുട്ടികൾക്ക് ലോൺലിനെസ് ഇല്ല, കളിക്കാനായിട്ട് ധാരാളം സമയം ഉണ്ടായിരുന്നു, കളിക്കാനായിട്ട് മറ്റു കുട്ടികളോ മറ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയിട്ട് കുട്ടികൾ ഇപ്പോൾ ഒരു ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളാണ്. അപ്പോൾ ഈ ഏകാന്തത കുട്ടികൾ മാറ്റിയെടുക്കുന്നത് അവർ ഉൾവലിഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ് കളിച്ചിട്ടും മറ്റ് പല സൈറ്റുകളും സന്ദർശിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് കുട്ടികളുടെ സ്വഭാവത്തിൽ ഡേറ്റിംഗ്, ചാറ്റിംഗ്, മറ്റ് സൈറ്റുകളുടെ സന്ദർശനം, അതൊക്കെ സ്വഭാവത്തിൽ കുട്ടികൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞല്ലോ. പിന്നെ ഇതിൽ ഈ അണുകുടുംബത്തിലേക്ക് പോകുമ്പം മറ്റൊരു പ്രശ്നം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഇൻക്യുബേറ്റർ ചൈൽഡ് എന്നൊക്കെ പറയുന്നൊരു മനോഭാവമുണ്ട്. അതായത് ഇപ്പം 1-2 കുട്ടികൾ മാത്രം മതി, എനിക്ക് ആകെ ഒറ്റ കുട്ടിയേ ഉള്ളൂ, 2 കുട്ടി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്താഗ്രഹവും ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് പല മാതാപിതാക്കളും പറയുക. അതായത് ആകാശത്തിൽ അമ്പിളിമാവനെ വേണം എന്ന് പറഞ്ഞാൽ പോലും ഈ അച്ഛനും അമ്മയും കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത്. നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത ഒരു അച്ഛനമ്മയാണെങ്കിൽ പോലും കുട്ടിക്ക് ബൈക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അവർക്ക് കഴിവില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നു, ട്യൂഷൻ കൊടുക്കുന്നു. പക്ഷേ കുട്ടി പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ പോലും സംഭവിക്കുന്ന കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ഭംഗവും കോട്ടവും വരാതെ അവർക്കെല്ലാം ഇങ്ങനെ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്നുകൂടി ഇത്തരത്തിലുള്ള കുട്ടികളെ നല്ല സ്കൂളിൽ വിടുന്നത് മാത്രമല്ല, അവരെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് ഓട്ടോറിക്ഷ സ്കൂൾ ബസ്സോ വരുന്നു, കുട്ടികൾ പോകുന്നു, സ്കൂളിൽ നിന്ന് തിരിച്ച് അതേ ബസ്സിൽ തന്നെ കുട്ടികൾ പുറം ലോകം കാണാതെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു.
അപ്പോൾ പുറത്തുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഒരു അല്ലലും അലട്ടും ഒന്നും അറിയാതെ വളരുന്ന കുട്ടികൾ അവരൊരു 10ാം ക്ലാസ്സിന് ശേഷമായിരിക്കും പുറം ലോകം കാണുന്നത്. അപ്പോഴായിരിക്കും സമൂഹത്തിൻ്റെ യഥാർത്ഥ മുഖം അവർ കാണുക. അപ്പോഴാണ് അവർക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നത്. മത്സര പരീക്ഷകൾ നേരിടണം, സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരുന്നു, സ്വന്തമായിട്ട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഈ അച്ഛനമ്മയ്ക്കും അവരെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അവർ പെട്ടുപോകും. എങ്ങനെ ഇനി ഞാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരകയറും, എന്നെ സഹായിക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ആ ഒരു കൺഫ്യൂഷൻ, ഒരു ക്രൈസിസ്, ഇമോഷണൽ ക്രൈസിസ് വരുമ്പം പലപ്പോഴും അവരുടെ മാനസികാവസ്ഥ തകർന്നു പോകും. ഇത്തരത്തിലുള്ള മാനസികാവസ്ഥ തകരുമ്പം ഒരുപക്ഷെ അവർ ലഹരിയിലേക്ക് പോകുന്നു, അവരുടെ സ്വഭാവത്തിൽ റിബല്ലിയസ് ആയിട്ടുള്ള സ്വഭാവം വരുന്നു, അപ്പം സമൂഹത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ജോയിന്റ് ഫാമിലിന് ന്യൂക്ലിയർ ഫാമിലിക്ക് പരിണാമത്തിൽ വരുന്നതാണ്. ഇന്നത്തെ കാലത്തെ പാരന്റിങ്ങിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഈ പാരന്റിങ്ങിൽ 2 തരത്തിലുള്ള പാരന്റിങ് ഉണ്ട്. ഒന്നൊരു പെർമിസീവ് പാരന്റിങ്. പെർമിസീവ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഞാൻ എല്ലാവിധ ഫ്രീഡവും കൊടുക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കുട്ടിയെ ഞാൻ സ്വതന്ത്രനായിട്ട് വളർത്തുന്നതാണ് പറയുന്നത്. സ്വതന്ത്രനായിട്ട് വളർത്തുന്ന കുട്ടിക്ക് എന്തും ചെയ്യാം, എവിടെയും പോകാം, ഏത് സമയത്തും വരാം, യാതൊരു നിബന്ധനകളോ നിഷ്കർഷയോ ഇല്ലാതെ വളരുന്ന കുട്ടികൾ. ആ കുട്ടികൾ അത്ര അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾ മോശമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് ഹൈലി പ്യൂണിറ്റീവ് പാരന്റിങ്. അതായത് കുട്ടികൾ യാതൊരുവിധ സ്വാതന്ത്ര്യമില്ല. കുട്ടികൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് പോയാലും പഠിക്കാൻ ടൈം, പല്ല് തേക്കാൻ ടൈം, എല്ലാം ടൈം ടേബിൾ വെച്ചിട്ട് അതിൽ അണുകിട വ്യത്യാസം വരാതെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ കുട്ടികളെ പല രീതിയിലും ശിക്ഷിക്കുന്ന പാരന്റിങ്. ഇത്തരത്തിലുള്ള എക്സ്ട്രീം ആയിട്ടുള്ള പാരന്റിങ് തീർച്ചയായിട്ടും തെറ്റാണ്. ഈ പ്യൂണിറ്റീവ് പാരന്റിങ് കിട്ടുന്ന കുട്ടികളാണ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് അവർ ഹോസ്റ്റലിലേക്കോ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് കംപ്ലീറ്റ് വേലി ചാടി സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് വേണ്ട ഒരു മീഡിയം അപ്രോച്ചാണ്. എല്ലാം വേണം, അമിത സ്വാതന്ത്ര്യം പാടില്ല, അതേസമയം ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കാം. നമുക്ക് ഇന്നിപ്പം ശിക്ഷിക്കാൻ പാടില്ലല്ലോ. ശിക്ഷിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ശിക്ഷിച്ചാലോ അച്ഛനമ്മമാരെ ശിക്ഷിച്ചാലോ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ ശിക്ഷിച്ചാലോ ഒക്കെ ഇപ്പം ഇന്ന് വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫ്രീഡം ഈ കുട്ടികൾ വളരെ അധികം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ആ ദുരുപയോഗത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഈ അക്രമമെല്ലാം. നമ്മളിപ്പോൾ പണ്ടെല്ലാം അധ്യാപകർ പഠിച്ചില്ലെങ്കിൽ അടിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് അവരോട് യാതൊരു ദേഷ്യവുമില്ല. അന്ന് എന്നെ അടിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ രീതിയിലായിപ്പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ഭൂരിഭാഗം ഇന്നത്തെ മുതിർന്ന ഒരു തലമുറ. ആ രീതിയിൽ നമുക്ക് അത്ര ശിക്ഷയില്ലെങ്കിലും ചെറിയ ശിക്ഷകളൊക്കെ കൊടുക്കുക എന്നുള്ള നമുക്ക് ഒരു സ്വഭാവ രൂപീകരണത്തിൽ വളരെ ആവശ്യമാണ്. ഒരു ശിക്ഷയും കൊടുക്കാതെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിണിതഫലം അതിഭയങ്കരമായിരിക്കും. അതിന് കൊടുക്കേണ്ട വിലയും വളരെ വലുതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളുമായി ഇതുവരെ പങ്കുവച്ചത്. ഡോക്ടറുടെ ഓരോ വാക്കുകളും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം ആരോഗ്യവാണിക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ആകാശവാണിക്ക് ഇങ്ങനെ എന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ വിളിച്ചതിൽ എൻ്റെ അകമഴിഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു. ലഹരി ഉപയോഗം പുതുതലമുറയെയും സമൂഹത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഡയറക്ടർ ഡോക്ടർ PN സുരേഷ് കുമാറുമായി ഡോക്ടർ സൂര്യ VS നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി